ഞാനിപ്പോൾ ചുമ്മാ എക്സിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി നോക്കിയപ്പം ഒരു സാധനം കണ്ടു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മേധാവിയായിട്ടുള്ള നിഖിലണ്ണൻ്റെ ഒരു ഡയലോഗാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് ഇന്ത്യയിലേക്ക് വന്ന് ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിനെ കിട്ടാതെ വന്നപ്പോഴാണ് അവർ മുംബൈ സിറ്റി എഫ് സി ആയിട്ട് കൈകോർത്ത് പോയത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ചില കാരണങ്ങൾ കൊണ്ട് ഓൾമോസ്റ്റ് ടേക്ക് ഓവർ നടന്നു എന്ന ഘട്ടത്തിൽ നിന്നും കൈവിട്ട് പോയതാണ് ആണ് പറയുന്നതൊക്കെ ഉള്ളതാണ്. ഇപ്പം ബ്ലാസ്റ്റേഴ്സിനെ സിറ്റി ഗ്രൂപ്പ് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥിതി. ഈ പിഴച്ച മാഗ്നത്തിൻ്റെ കൈ കിടക്കുന്ന പോലെ ആയിരിക്കത്തില്ല സിറ്റി ഗ്രൂപ്പ്. അത്യാവശ്യം ഒന്ന് രണ്ട് കിരീടമെങ്കിലും നമുക്ക് കിട്ടാനുള്ള ഒരു സെറ്റപ്പിലേക്ക് സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടുപോയാനെ. അപ്പം പല കാരണങ്ങൾ കൊണ്ടും ആ ഒരു ഡീൽ അകന്നു പോയി എന്ന് പറഞ്ഞാൽ ആ കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പൊന്മുട്ടയിടുന്ന താറാവാണ് മാഗ്നം കൺസോർഷ്യത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പരമാവധി ലാഭം ഊറ്റി പിഴിഞ്ഞുണ്ടാക്കാനാണ് ഇവന്മാരുടെ ലക്ഷ്യം. പ്ലേയേഴ്സിനെ വിറ്റ് തുറച്ച് കാശുണ്ടാക്കുക, പ്യുവർ കച്ചവടം, കുതിര കച്ചവടമോ ഇറച്ചി കച്ചവടമോ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ക്ലബിനെ വെച്ച് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ ആരെങ്കിലും ഏറ്റെടുക്കാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് ഇവന്മാർ ചോദിക്കുന്ന ക്യാഷും ഭയങ്കരമാണ്. അപ്പം ഇവന്മാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാശ് അല്ലെങ്കിൽ ഇവന്മാരുടെ കണ്ടീഷൻസിൽ നിന്നും എടുക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെയാണ് കാരണം. പൊന്മുട്ട ഇടുന്ന താറാവിനെ ആരെങ്കിലും കൊല്ലാൻ നിൽക്കുമോ? ഇല്ല. ഇപ്പം മാനേജ്മെൻറ്റിനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാൻ വേണ്ടി ഇങ്ങനെ കുറേ സാമാനങ്ങളൊക്കെ വരും. സോ കൂടുതൽ ഇതിനെക്കുറിച്ച് മെഴുകാതിരിക്കുന്നതാണ് നല്ലത്. പലരും ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ വന്നിട്ടുണ്ട്, പക്ഷെ അവരോടൊക്കെ ഇവർ ചോദിക്കുന്ന തുക വലുതാണ്. അല്ലെങ്കിൽ ഇവർ പറയുന്ന സ്റ്റേക്ക് കണ്ടീഷൻസും വേറെ രീതിയിലാണ്. എങ്ങനെയായാലും ഇവന്മാർക്ക് കച്ചവടം നടക്കണം, അത്രേ ഉള്ളൂ. ഇനിയിപ്പം ആരെടുക്കാൻ വന്നാലും ഇവന്മാർ കൊടുക്കത്തില്ല. ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാനൊക്കെ ആളുകളെന്നും ക്യൂ തന്നെയാണ്. ഇവന്മാർ തേപ്പാണ്, അത്രേ ഉള്ളൂ.